ശ്രീതു നല്ല കുട്ടിയാണ് അല്ലാടാ. ക്യൂട്ടാണ്. തമിഴത്തിയാണോ അതോ മലയാളിയാണോ? പാലക്കാടാണോ? ഏയ് അല്ലല്ല, മലയാളി കുട്ടിയാണ്. തമിഴ്നാട്ടിൽ സെറ്റിൽഡ് ആണ്. നല്ല കുട്ടിയാണ്. എനിക്ക് എന്ത് സംഭവിച്ചാലും അവൾ ഓടി വരും. നല്ലതാണ് മോനെ, ആരെങ്കിലും ഉള്ളത് വളരെ നല്ല കാര്യമാണ്, പ്രത്യേകിച്ച് ഇതുപോലൊരു ലോകത്ത്. ഇല്ലെങ്കിൽ പിന്നെ ഒറ്റയ്ക്കിരുന്ന് അഭിനയിക്കുന്ന പോലെ പ്രേക്ഷകർക്ക് തോന്നും. എനിക്കിവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, പക്ഷെ ശ്രീതു ഭയങ്കര ജെന്യുവിൻ ആണ് അവരിൽ നിന്നും ഒക്കെ. പിന്നെ മറ്റേ വീക്കെൻഡ് എപ്പിസോഡിലെ ഷയ്യ ആ പാട്ടിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇവര്. അർജുന്റെ അമ്മയ്ക്ക് അത് ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അർജുന്റെ അടുത്ത്. ശ്രീധുവിനെ കുറിച്ച് അർജുനും ഫാമിലിയും തമ്മിലൊരു ടോക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, അത് ഉണ്ടായി. പിന്നെ അർജുൻ ചോദിക്കുന്നുണ്ട് എനിക്ക് തിരിച്ച് നാട്ടിൽ വരാൻ പറ്റുമോ അതോ ചെന്നൈയിൽ വീടെടുത്ത് ഒളിച്ച് താമസിക്കേണ്ടി വരുമോ എന്ന്. അപ്പൊ രണ്ടുപേരും ഒരേ സ്ഥലത്തിൽ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന്. അർജുന്റെ ഗെയിമും കയ്യിലിരിപ്പും ഒന്നും അത്രയ്ക്ക് മോശമാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പുള്ളി ഒരു ഇമേജ് നോക്കാതെ കളിച്ചൊരു ആളൊന്നും അല്ല. കുറെ കൂടി പ്രതികരിക്കണം, നിലപാടുകൾ തുറന്ന് പറയണം എന്നൊരു കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പറഞ്ഞാണ് നമ്മൾ വിമർശിച്ചിട്ടുള്ളത് അർജുനെ. അതും കൂടി ചെയ്താൽ അർജുൻ സെറ്റാണ്. ഒരു എന്റർടൈൻമെന്റ് എലമെന്റ് ഉണ്ട് അർജുന്റെ ഉള്ളില്. ചില സമയത്ത് വായിൽ എന്തോ തിരികെ വെച്ച് മിണ്ടാതിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. റിയൽ സ്വഭാവം ഉള്ളിൽ വെച്ചിട്ട് പുറത്ത് വേറൊന്ന് കാണിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അർജുന്റെ അമ്മയും ചേച്ചിയും പറയുന്നത് അർജുൻ വീട്ടിൽ പെരുമാറുന്ന പോലെ തന്നെയാണ് അവിടെ പെരുമാറുന്നത് എന്നുള്ളൊരു കാര്യമാണ്. ആർക്കറിയാം. അതുകൊണ്ടാണ് നമ്മളായിട്ട് അർജുൻ ഒരു ഇരട്ടപ്പേരൊക്കെ ഇട്ടുകൊടുത്തത്, കുന്തം മുഴുങ്ങി എന്നുള്ളൊരു പേരൊക്കെ ഇട്ടുകൊടുത്തത്. ഇപ്പോഴും എനിക്ക് വലിയ താല്പര്യമൊന്നും തോന്നാത്തൊരു കണ്ടസ്റ്റന്റ് ആണെന്ന് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. പക്ഷെ അത്യാവശ്യം പ്രേക്ഷക പിന്തുണയൊക്കെ അർജുൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അർജുന്റെ അമ്മയും ചേച്ചിയും വലിയ പരാതിയോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. അർജുൻ നല്ല രീതിയിൽ കളിക്കുന്നുണ്ടെന്നുള്ളൊരു അപ്രോച്ചാണ് ഇവര്. പിന്നെ തിരിച്ച് ലൈവിലേക്ക് വരികയാണെങ്കിൽ ശ്രീതുവും റസ്മിനും കൂടി റൂമിലേക്ക് വരുന്നുണ്ട്, മക്കൾസ് റൂമിലേക്ക് വരുന്നുണ്ട്. അപ്പം ശ്രീധുവിനെ അടുത്ത് പിടിച്ചിരുത്തുന്നുണ്ട് അർജുന്റെ ചേച്ചി. വക്കാറെന്നൊക്കെ പറഞ്ഞിട്ട് സുഖമാണോ എന്നൊക്കെ ശ്രീധു ചോദിക്കുന്നുണ്ട്. സുഖമാണ്, മലയാളം കുറെ കൂടി പഠിച്ചല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അർജുന്റെ ചേച്ചി. അർജുന്റെ ചേച്ചി ആള് കൊള്ളാം കേട്ടോ, നല്ലൊരു രസികത്തി ക്യാരക്ടറാണ്. എന്നാലും നമുക്ക് നോക്കാം ശ്രീധുവിന്റെ ഫാമിലിയും കൂടെ വരുമ്പോ രണ്ടു കൂട്ടരും തമ്മിൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു കാര്യമൊക്കെ. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.